പ്രിയ മിത്രങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. ആലപ്പുഴയിലുള്ള ഞങ്ങളുടെ 20 സെന്റ് സ്ഥലം വിറ്റ് അവിടെ നിന്ന് ഞങ്ങൾ കുട്ടനാട്ടിൽ കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ ഒരു കൊച്ചു വീടും വെച്ച് താമസം തുടങ്ങി. എന്റെ പേര് ഹരിദാസ്. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മേസ്തരിപ്പണിക്ക് പോവുകയായിരുന്നു. പണി അറിയാവുന്നത് കാരണം കുട്ടനാട്ടിൽ എനിക്ക് മോഹന മേസ്തരിയുടെ അടുത്ത് ജോലിയും കിട്ടി. അനിയൻ കൃഷ്ണദാസ് ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. ആലപ്പുഴയിൽ വെച്ച് അമ്മ ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തിയത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛൻ വേറൊരുത്തിയുമായി നാട് വിട്ടുപോയത്. 2 മക്കളെ അമ്മയ്ക്ക് കൊടുത്ത ശേഷം അമ്മയുടെ വീട്ടിൽ നിന്നും കിട്ടിയ സ്വത്തിന് അവകാശം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. നാട്ടിലെ ആൾക്കാർ ഇടപെട്ട് 2 പൊട്ടിച്ചാണ് ആ പ്രശ്നം സോൾവ് ചെയ്തത്. ഒരുത്തിയായിട്ട് നാട് വിട്ടു പോയിട്ടും നാട്ടുകാരറിയാതെ അച്ഛൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പതിവായിരുന്നു. അച്ഛനും അമ്മയും ഡൈവേഴ്സ് ആയിട്ടുകൂടി അച്ഛന്റെ ഭീഷണികൾക്കൊട്ടും കുറവുണ്ടായിരുന്നില്ല. ഒടുവിൽ ഗതികെട്ടാണ് കിട്ടിയ വിലയ്ക്ക് സ്ഥലവും വിറ്റ് അമ്മ ആരോടും ഒന്നും പറയാതെ കുട്ടനാട്ടിൽ വന്ന് താമസം ആരംഭിക്കുന്നത്. ഞാൻ ജോലിക്കിറങ്ങിയ ശേഷം അമ്മയുടെ പകുതി ഭാരം കുറഞ്ഞിരുന്നു. കുട്ടനാട്ടിൽ അമ്മയ്ക്ക് കൊയ്ത്തു ജോലിയാണ് കിട്ടിയത്. കൊയ്യാനും ഞാറു നടാനും എല്ലാം അമ്മ ദിവസങ്ങൾക്കുള്ളിൽ പഠിക്കുകയും ചെയ്തു. അനുജനാണെങ്കിൽ പഠിത്തം തുടർന്നു. ഞങ്ങൾ ഒത്തിരി ആർഭാടങ്ങളില്ലാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു ഹിന്ദിക്കാരന്റെ ഫാമിലി താമസിച്ചിരുന്നു. കമ്പിളിപ്പുതപ്പ് വിൽക്കുന്ന ഒരു ഗ്രാമീണനായ ഭായിയായിരുന്നു. അയാളും അയാളുടെ ഭാര്യയും ഒരു മകളും. അയാൾക്കൊരു 10-40 വയസ്സ് കാണും. അയാളുടെ ഭാര്യയ്ക്കാകട്ടെ ഒരു 37 വയസ്സും. അതായത് 48 വയസ്സുള്ള എൻ്റെ അമ്മയേക്കാൾ ഇളയതായിരുന്നു അവർ 2 പേരും. അവരുടെ ഏക മകൾ മല്ലിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു 20 വയസ്സ് കാണും. കണ്ടു കഴിഞ്ഞാൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. കറുപ്പ് നിറവും ചെമ്പിച്ച മുടിയുമായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു മല്ലിക. ലൂസായ സൽവാറും മുട്ടിനു മുകളിൽ നിൽക്കുന്ന ഉടുപ്പുമാണ് അവൾ മിക്കപ്പോഴും ധരിക്കാറുള്ളത്. കണ്ടാൽ നിഷ്കളങ്കമായ മുഖവും മെല്ലിച്ച ശരീരവും ഒരു മുതിർന്ന സ്ത്രീയുടെ തോൾ വരെ ഉയരവും മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. കുറേശ്ശെ മലയാളം അവർ 3 പേർക്കും വശമുണ്ടായിരുന്നു. എന്നിരുന്നാലും അവർ 3 പേരും അധികം ആരോടും സംസാരിക്കുന്ന പ്രകൃതക്കാർ അല്ലായിരുന്നു. അയാളുടെ ഭാര്യയും മോളും ഇടയ്ക്ക് മാത്രം അമ്മയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും അവരെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കണ്ണിൽ ഒരു കാര്യം പെട്ടത്. 42 വയസ്സുള്ള എൻ്റെ അമ്മയ്ക്ക് ആ ഹിന്ദിക്കാരി പെണ്ണിന്റെ അടുത്ത് എന്തോ ഒരു വല്ലാത്ത ഇഷ്ടം പോലെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ എപ്പോഴും അവളെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ അവളെ എപ്പോഴും പുറത്തു കൊണ്ടുപോകാറുമുണ്ട്. അത് അവർക്ക് സമ്മതവുമായിരുന്നു. അങ്ങനെ പുറത്തു കൊണ്ടുപോയി അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അമ്മ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഒരു പെൺകുട്ടി ഇല്ലാത്തതിന്റെ സങ്കടം അങ്ങനെ മാറുന്നുവെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അമ്മയ്ക്ക് അതിലേക്ക് നല്ല സന്തോഷമായിരുന്നു അവൾ നൽകിയിരുന്നത്. അമ്മ അതുവരെ മറച്ചു വെച്ചിരുന്ന അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മ അവളിലൂടെ തീർക്കുകയായിരുന്നു. അവൾക്കും അതെല്ലാം ആസ്വദിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ 2 പേരും നല്ലപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അത് കണ്ടു. എനിക്കും അവരുടെ ആ തീരുമാനത്തിൽ ഒട്ടും വിഷമം ഉണ്ടായിരുന്നില്ല. കാരണം അമ്മയുടെ ജീവിതം ആസ്വദിക്കട്ടെ എന്ന് തന്നെ ഞാൻ കരുതി. കാരണം ജീവിതത്തിൽ ഒരുപാട് അവർ അനുഭവിച്ചതല്ലേ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതികളിൽ അമ്മ നടക്കട്ടെ എന്ന് ഞാനും കരുതി. ഞാനും അമ്മയും വളരെ ഇഷ്ടത്തിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അമ്മയെക്കുറിച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ. അവളുടെ അച്ഛനും അമ്മയും കച്ചവടത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ഒറ്റയ്ക്കാണ് ആ വീട്ടിലൊക്കെ പണികളൊക്കെ ചെയ്യുന്നത്. അമ്മ എപ്പോഴും അങ്ങോട്ടൊക്കെ ചെല്ലാറുണ്ട്. ഇവിടുത്തെ പണി കഴിഞ്ഞാൽ അമ്മ അവിടേക്ക് പോകും. എന്നിട്ട് ആ പെൺകുട്ടിയെ സഹായിക്കും. തിരിച്ചു വരുമ്പോൾ എന്നോട് പറയും, അവൾ ചെറുതല്ലേടാ, അത്രയധികം പണികളൊന്നും ചെയ്യാൻ അവൾക്ക് പറ്റില്ലല്ലോ. 20 വയസ്സല്ലേ അതിനായിട്ടുള്ളൂ. പ്രായപൂർത്തിയായെങ്കിലും അതിനെ കൊണ്ട് എല്ലാ പണികളൊന്നും പറ്റില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു വിടേണ്ടതല്ലേ. അതുകൊണ്ട് കുറെയൊക്കെ ഞാനും പഠിപ്പിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചു. ഈ ഹിന്ദിക്കാർക്കൊക്കെ എന്തറിയാം? അവര് കാലത്ത് കച്ചവടത്തിനാണെന്നും പറഞ്ഞു പോയാൽ പിന്നെ അവർക്ക് ഒരു ശ്രദ്ധയുമില്ല. പെൺകുട്ടികളല്ലേ, അവരെയെല്ലാം പഠിപ്പിച്ചു വിടേണ്ടതല്ലേ. അതുകൊണ്ടാ ഞാൻ എപ്പോഴും ചെന്ന് അവളെ പഠിപ്പിക്കുന്നത്. ഓ, അത് സാരമില്ലമ്മേ, അമ്മയല്ലേ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അമ്മ പഠിപ്പിച്ചു കൊടുത്തോളൂ. അവൾക്ക് സന്തോഷമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അമ്മേ. അത് തന്നെയാടാ മോനെ എനിക്കും ഒരു സന്തോഷം. ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്.
എനിക്ക് പഠിപ്പിക്കാനോ എനിക്ക് അനുഭവത്തിൽ കൊണ്ടുവരാനോ ഒന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അവളെങ്കിലും അതെല്ലാം പഠിച്ചറിഞ്ഞിരിക്കട്ടെ. ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനി അറിയില്ലല്ലോ. ആരുമില്ലാത്തപ്പോൾ ആ ഹിന്ദിക്കാരി പെണ്ണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. അമ്മയോട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. അമ്മയുടെ ഈ നാടൻ വിഭവങ്ങൾ അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നവൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം അമ്മ നല്ലൊരു പാചകക്കാരിയാണ്. അമ്മയുടെ പാചകം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അനിയൻ വല്ലാതെ വിഷമിച്ചവിടെ ഇരിപ്പുണ്ട്, ആകെ വാടിത്തളർന്ന പോലെ. ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവനൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും അമ്മ വന്നു. എന്തു പറ്റി അമ്മ അവന്? അവൻ എന്താണെന്നറിയില്ല, നല്ല രീതിയിൽ പനിക്കുന്നുണ്ട്, കുളിരുണ്ടെന്നും ഒരു സംശയം. എന്തായാലും അവൻ എന്റെ കൂടെ കിടക്കട്ടടാ ഇന്ന്. ശരി ചേട്ടാ, ഞാൻ അമ്മയുടെ കൂടെ കിടക്കാം. അതും പറഞ്ഞ് അവർ രണ്ടുപേരും അപ്പുറത്തേക്ക് പോയി. പിറ്റേന്ന് അവൻ നല്ല ഉഷാറിലായിരുന്നു. എന്തു പറ്റി? എന്താ ഇത്ര വേഗം പനി പോയോ? അമ്മ ഇന്നലെ എന്തൊക്കെയോ മരുന്ന് എനിക്ക് തന്നു ചേട്ടാ, നല്ല സുഖമുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എനിക്കൊരു വേദനയും ഉണ്ടായിട്ടില്ല ചേട്ടാ. പിറ്റേന്ന് കാലത്ത് ഞാൻ എഴുന്നേറ്റ് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അമ്മ ഒന്നും അറിയാത്ത പോലെ അടുക്കളയിൽ നിന്ന് ദോശ ഇടുന്നുണ്ട്. ഞാൻ പല്ല് തേക്കാനായി ബാത്റൂമിൽ കയറി. ബാത്റൂമിന്റെ മൂലയിൽ ഡ്രസ്സെല്ലാം കൂടി കൂട്ടിയിട്ടേക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അന്ന് അവൻ കോളേജിലേക്ക് പോയി. വീട്ടിൽ ഞാനും അമ്മയും മാത്രമായി. ഞാൻ അമ്മ ചായ കുടിച്ചു കഴിയുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അമ്മ കൈ കഴുകാനായി അടുക്കള വശത്തേക്ക് പോയതും അയ്യോ മോളെ വിട് എന്ന ഒരു ശബ്ദം കേട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് നോക്കി. മല്ലിക അമ്മയെ വട്ടം കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. ആന്റി ബാ ആന്റി, ഇന്ന് എനിക്ക് ആ സാമ്പാർ വെക്കാൻ പഠിപ്പിച്ചതാ. എന്തൊക്കെയാ മോളെ പറയുന്നത്? ഇന്ന് ആന്റിക്കാണെങ്കിൽ നേരമില്ല മോളെ, പിന്നെ ഒരു ദിവസം വരാം. അത് പറ്റില്ല ആന്റി, ഇപ്പോൾ തന്നെ വാ. അതും പറഞ്ഞ് അവൾ അമ്മയെ നിർബന്ധിക്കുകയാണ്. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അമ്മയും അവളുടെ കൂടെ പോയി. പുറകെ ഞാനും അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ജനാലയിൽ കൂടി നോക്കുമ്പോൾ അവിടുന്ന് ശരിക്കും മണം വരുന്നുണ്ടായിരുന്നു. ആ മണം കേട്ട് എനിക്കാകെ കൊതിയായി. ഇത്രയും നല്ല മണം ഇവിടെ നിന്ന് എങ്ങനെ വരാനാ? ഞാൻ ജനാലയിൽ ഒന്ന് തട്ടി. അപ്പോൾ അകത്ത് പെട്ടെന്ന് നിശബ്ദമായി. ഞാൻ വീണ്ടും വീണ്ടും തട്ടി. ഒന്ന് രണ്ട് വട്ടം തട്ടിയപ്പോൾ അമ്മ ചോദിച്ചു, ആരാണെന്ന് എന്നോട് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. വീണ്ടും ജനലിലിട്ട് രണ്ട് തട്ട് കൊടുത്തു. ആരാണെന്നാ ചോദിച്ചത്? അമ്മ ദേഷ്യപ്പെട്ട് വാതിൽ തുറന്നു നോക്കാം എഴുന്നേൽക്കും പോലെ എനിക്ക് തോന്നി. ഞാൻ ജനലിന്റെ അടുത്തോട്ട് മറഞ്ഞു നിന്നു. അമ്മ വന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും എന്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. ആരാ ഈ ജനലിൽ വന്ന് മുട്ടിയത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? പെട്ടെന്ന് ഞാൻ അമ്മയുടെ മുന്നിലേക്ക് വന്നു. അമ്മേ, ഞാനാ അമ്മേ. ഓ, നീയായിരുന്നോ? നീ എന്താ ഇവിടെ? പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ ചെറുക്ക. എന്താ നീ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇത്ര നേരമായി അമ്മയെ അന്വേഷിക്കുന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യമ്മേ, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിത്താ. അമ്മ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അയ്യോ എന്റെ പൊന്നുമോനെ, ഈ പെണ്ണെന്നെ വെറുതെ വിടണ്ടേ? അവൾക്ക് ഇപ്പോ തന്നെ സാമ്പാർ ഉണ്ടാക്കാൻ പഠിക്കണമെന്നും പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതാ. ഞാൻ കണ്ടു, ഇവിടെ സാമ്പാർ ഉണ്ടാക്കിയില്ലേ? നല്ല മണം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് നോക്കാൻ വന്നതാ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് ഇരിക്കാൻ വയ്യമ്മേ. അപ്പോഴായിരുന്നു അകത്തു നിന്ന് ആ ശബ്ദം ഞാൻ കേട്ടത്. ആന്റി, എന്നാ ആ ചേട്ടനെ കൂടി അകത്തേക്ക് വിളിക്ക്. ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കാം എന്നവൾ മുറിമലയാളത്തിൽ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് എനിക്കും സന്തോഷമായി. ആദ്യമായിട്ടാണ് മറ്റു സ്ഥലത്തിരുന്ന് ആഹാരം കഴിക്കാൻ പോകുന്നത്. അതാലോചിച്ച് ഞാൻ ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ ശരി മോനെ, നീ ഇങ്ങോട്ട് കയറി വേടാ, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. എന്തായാലും ഇവിടുത്തെ മണം കേട്ട് കൊതി സഹിക്കാതെ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. ഓ, അതൊന്നും സാരമില്ല ചേട്ടാ. ചേട്ടൻ കയറി വാ, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. അങ്ങനെ ഞാൻ അവരുടെ വീടിനകത്തേക്ക് കയറി. ഒരു ചെറിയ വീടാണ്. അടുപ്പെല്ലാം താഴത്തായിരുന്നു. അങ്ങനെ ആ അടുപ്പിൽ വെച്ചാണ് ഓരോന്ന് പാചകം ചെയ്ത് അമ്മ അവർക്ക് കൊടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി. അടുപ്പിന് നല്ല ചൂടുണ്ടായിരുന്നു. ഇപ്പോഴെന്തോ അടുപ്പിൽ വെച്ചതേ ഉള്ളൂ, അതുകൊണ്ടായിരുന്നു അത്രയും ചൂട്. അങ്ങനെ ആ കല്ലിൽ തന്നെ അമ്മ എനിക്ക് നല്ലപോലെ ദോശ ഉണ്ടാക്കി തന്നു. അവളും എനിക്ക് ദോശ ഉണ്ടാക്കി തന്നു. ഞാൻ അവർക്കും ദോശ ഇട്ടു കൊടുത്തു. ഒപ്പം ആ സാമ്പാറും ഒഴിച്ചുകൊണ്ട് കഴിച്ചപ്പോൾ ഇതുവരെ ഇല്ലാത്ത രുചിയായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി എന്നെ നല്ലപോലെ തീറ്റിച്ചു എന്ന് വേണം പറയാൻ. അത്രയും രുചിയോടെയാണ് ഞാൻ ആ ദോശ കഴിച്ചത്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്നേഹത്തോടെ അമ്മ എനിക്ക് ദോശ തരുന്നത്. അനിയനാണെങ്കിൽ പലപ്പോഴും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ടും ഇടപഴകാത്ത കാരണം അമ്മ എനിക്ക് അങ്ങനെയൊന്നും ചെയ്തു തരാറില്ലായിരുന്നു.
പക്ഷേ ഇനി അങ്ങോട്ട് എനിക്കെല്ലാം കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ അമ്മയും ആ ഹിന്ദിക്കാരി പെണ്ണും കൂടി ചേർന്ന് എന്നെ വേണ്ടുവോളം ദോശ തീറ്റിച്ചു.